ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്ലോസ് ചാനൽ. നമുക്ക് 8ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ പാഠം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പക്ഷിയും ചിതല്, പക്ഷിയോർ ദീമക്, അതിൻ്റെ ഫസ്റ്റ് പാട്ട് കണ്ടു. ബാക്കി ഭാഗം നോക്കാം. ഗജാനൻ മാധവ് മുക്തിബോധ് എഴുതിയ കഥയാണ്. അപ്പോൾ ഒരു പക്ഷി, യുവാവായ പക്ഷി ചിതല് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാളവണ്ടിക്കാരൻ്റെ അടുക്കലെത്തുകയും അയാളിൽ നിന്നും ഒരു തൂവലിന് പകരം 2 ചിതലിനെ എന്ന കണക്കിൽ മേടിച്ച് ദിവസവും കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതിനുശേഷം ആ പക്ഷിക്ക് എന്ത് പറ്റിയെന്നുള്ളതിനെ പറ്റി നമുക്കിന്ന് നോക്കാം. കുച്ച് ദിനോം തക് ഐസാ ഹി ചൽത്താ രഹാ. കുച്ച് ദിനോം കുറച്ചു നാളുകൾ വരെ, കുച്ച് ദിനോം തക് ഐസാ ഹി അങ്ങനെ തന്നെ കടന്നുപോയി, ചൽത്താ രഹാ. ഏക് ദിൻ ഒരു ദിവസം, ഉസ്കെ പിതാനെ അവൻ്റെ പിതാവ്, അവൻ്റെ അച്ഛൻ അത് കണ്ടു. ദേഖ് ലിയ, അവൻ എന്നും ഈ തൂവൽ പറിച്ചു കൊടുത്ത് ചിതലിനെ വാങ്ങി ഭക്ഷിക്കുന്നത് അവൻ്റെ അച്ഛൻ കണ്ടു. ഉസ്നെ സമജ്നെ കി കോശിഷ് കി, അവനെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ടുള്ള ശ്രമം നടത്തി. കി ബേട്ടെ, മോനെ, ദിംകേം ഹമാര സ്വാഭാവിക് ആഹാർ നഹി ഹേ. ദിംകേം ചിതലുകൾ നമ്മുടെ സ്വാഭാവികമായ, അതായത് ചിതലുകളൊന്നും നമ്മളുടെ ഭക്ഷണമല്ല. നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കേണ്ടത് ചിതലുകളെ അല്ല എന്ന് അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഔർ ഉൻകേലിയെ, അതുപോലെ നീ ചിതലിനെ തിന്നുവാൻ വേണ്ടി, ഉൻകേലിയെ ചിതലിനെ തിന്നുവാൻ വേണ്ടി, അപ്നെ പങ്ക് തോ ഹർഗീസ് നഹി ദിയെ ജാ സക്തേ. നീ നിന്റെ തൂവലുകൾ, തൂവലുകൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ദിയ എന്ന് പറഞ്ഞാൽ ദിയെ ജസത്തെ കൊടുക്കുവാൻ പാടില്ല. ലേക്കിൻ ഉസ് നൗജവാൻ പക്ഷി, പക്ഷേ ആ യുവാവായ പക്ഷി, ബഡേ ഹി ഗർവ് സെ അപ്നെ മുഹ് ദൂസരി ഓർ കർ ലിയ. ബഡേ ഹി ഗർവ്, നല്ല ഗർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരത്തോടു കൂടി, വലിയ അഹങ്കാരത്തോടു കൂടി അവൻ മുഖം തിരിച്ചു കളഞ്ഞു. ദൂസരി തർഫ്, അവൻ മുഖം തിരിച്ചു കളഞ്ഞു. ഉസേ ജമീൻ പർ ഉത്തർക്കർ, ഉസേ അവൻ, ജമീൻ എന്ന് പറഞ്ഞാൽ നിലത്തേക്ക്, ഉത്തർക്കർ പറന്നിറങ്ങി, ഉത്തർന എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. ഓക്കെ, ഉസേ ജമീൻ പർ ഉത്തർക്കർ, അവൻ നിലത്തേക്ക് ഇറങ്ങി. ദിംകേം ഖാനേക്ക്, ദിംകേം ചിതലുകളെ ഭക്ഷിക്കുവാനായിട്ടുള്ള ഛട്ട് ലഗ്ഗയി ഥി. ഛട്ട് എന്ന് പറഞ്ഞാൽ അമിതമായ ആഗ്രഹം അവൻ്റെ ഉള്ളിൽ ഉണ്ടായി. ലഗ്ഗയി ഥി, അമിതമായ ആഗ്രഹം ഉളവായി. അബ് ഉസേ ന തോ ദൂസരെ കീടെ അച്ഛേ ലഗ്തേ. അബ് ഇപ്പോൾ, ഉസേ അവന്, ദൂസരെ കീട മറ്റു കീടങ്ങൾ നല്ലതായി തോന്നുന്നില്ല, മറ്റുള്ളവയ്ക്കൊന്നും വലിയ ടേസ്റ്റ് ഇല്ല എന്ന് തോന്നി തുടങ്ങി. ന ഫൽ ഫലം, ഫ്രൂട്ട്സ് ഒന്നും അവന് ഇഷ്ടമല്ല ഇപ്പോൾ. ന അനാജ് കെ ദാനെ, അതായത് ഗ്രെയിൻസ്, വയലുകളിൽ നിന്നും പക്ഷികളൊക്കെ ഗ്രെയിൻസൊക്കെ കൊത്തി തിന്നില്ല, അപ്പോൾ അതൊന്നും ഇവന് ഇഷ്ടമല്ല. ദിംകോം കാ ഷോക്കബ് ഉസ് പർ ഹാവി ഹോ ഗയാത്ത. അപ്പം ഈ ചിതലുകളെ തിന്നണം എന്നുള്ള ആ ഒരു ആഗ്രഹം മാത്രമാണ് ഉള്ളിൽ, അത് അവനെ വല്ലാണ്ട്, ആ ഒരു ആഗ്രഹം അവനെ കീഴടക്കി. ഹാവി എന്ന് പറഞ്ഞാൽ എന്താ? കീഴടക്കുക എന്നുള്ള അർത്ഥം, ഹാവി ഹോന. ആ ഒരു ആഗ്രഹം, ചിതലുകളെ തിന്നണം എന്ന് മാത്രം ഉള്ളൊരു ഭ്രാന്തമായൊരു ചിന്തയായി അവൻ്റെ ഉള്ളിൽ. ലേക്കിൻ ഐസ കിത്നെ ദിനോ തക് ചൽത്താ. പക്ഷേ അങ്ങനെ എത്ര നാളെങ്ങനെ പോകും? ഉസ്കെ പങ്കോം കി സംഖ്യ ലഗാതാർ ഘട്തി ചലി ഗയി. അവൻ്റെ പങ്കോം, തൂവലുകളുടെ സംഖ്യ, എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരാൻ തുടങ്ങി. അബ് വഹ്, ഇപ്പോൾ അവൻ, ഊഞ്ചായിയോം പർ, വളരെ ഉയരത്തിൽ, അപ്ന സന്തുലൻ, അവൻ്റെ ബാലൻസ്, സാധ് നഹി സക്താത്ത, കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ബാലൻസ് ചെയ്ത് പറക്കുവാൻ സാധിക്കുന്നില്ല. ന ബഹുത് സമയത്തക്, അതുപോലെ അധികം സമയം, ഭങ്കുസെ സഹാര ദേ സക്തേ. അവൻ്റെ തൂവലുകൾ, ചിറകുകൾക്ക് ആശ്രയം നൽകുവാൻ, അവൻ്റെ ശരീരം ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഒരു സപ്പോർട്ട് നൽകുവാൻ ചിറകുകൾക്ക് സാധിക്കുന്നില്ല. ആകാശ് യാത്രാക്കെ ദൗരാൻ, ആകാശത്തിൽ കൂടി പറക്കുമ്പോൾ, ആകാശയാത്ര ചെയ്യുമ്പോൾ, ദൗരാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ത്രൂ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ആകാശത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ
ജൽദി 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 എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ പെട്ടെന്ന് പെട്ടെന്ന്, അതായത് കുറച്ചങ്ങോട്ട് പറന്നു കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് അവന് ചിറകുകൾക്ക് ഭയങ്കര ഭാരം തോന്നും, ക്ഷീണം തോന്നും, പറക്കാൻ സാധിക്കുന്നില്ല. അപ്പം എന്തു ചെയ്യും? ജൽദി ജൽദി പെട്ടെന്ന് പെട്ടെന്ന് പഹാടി ചഠാനോ പേടോ കി ചോട്ടിയോ, പർവ്വതത്തിൻ്റെ മുനമ്പിലും മരങ്ങളുടെ ശിഖരങ്ങളിലും ഗുംബതയും, അതായത് താഴികക്കുടം ഡോം, അതിൻ്റെ മുകളിലും അതുപോലെ ബുർജോം എന്ന് പറഞ്ഞാൽ എന്താണ്, ടവറുകളുടെ മുകളിൽ അവിടെയൊക്കെ ഇങ്ങനെ പറന്ന് അണച്ച് വന്ന് പറന്നിട്ട് ക്ഷീണിതനായി വയ്യാണ്ട് അണച്ചിട്ട് വന്നിരിക്കാൻ തുടങ്ങി. വൈഡ്ജാനപ്പെടുത്താം. ഉസ്കെ പരിവാർ വാലെ, അവൻ്റെ കുടുംബം, തഥാ മിത്ര, കുടുംബവും മിത്രങ്ങളും, ഊഞ്ചായിയോം പർ തയർത്തേ ഹുവേ, ഉയരങ്ങളിൽ പറന്ന് പറന്ന് ആകെ ബഡ്ജാത്തെ, മുന്നേറിക്കൊണ്ടിരുന്നു. വഹ് ബഹുത് പിച്ചഡ് ജാത്ത, അവൻ ഒത്തിരി പിന്നിലായിപ്പോയി. ഫിർഭി ദിമക്, ഫിർഭി എന്ന് പറഞ്ഞാൽ എന്നിട്ടും ദിമക് ഖാനേഖ, ദിമക് എന്ന് പറഞ്ഞാൽ ചിതൽ ഭക്ഷിക്കുന്ന, ഖാനേഖ ഉസ്ക ഷോക്ക് കം നഹി ഹുവ, എന്നിട്ട് അവനെ ചിതൽ തിന്നുവാനുള്ള താല്പര്യം, ഷോക്ക് താല്പര്യം ഒട്ടും കുറഞ്ഞില്ല. കം എന്ന് പറഞ്ഞാൽ കുറയുക, ഒട്ടും തന്നെ കുറഞ്ഞില്ല. കം നഹി ഹുവ. ദിംകോം കെ ലിയേ, ചിതലിനെ കിട്ടുവാൻ വേണ്ടി ഗാഡിവാലേക്കോ, വണ്ടിക്കാരന്, വഹ് അപ്പനെ പങ്ക് തോട് ദേത്താ രഹ, അവൻ്റെ തൂരുകൾ പറിച്ച് കൊടുത്തുകൊണ്ടേയിരുന്നു. ഫിർ ഉസ്നെ സോച്ചാക്കി, പിന്നീട് അവൻ ചിന്തിച്ചു, ആസ്മാൻ മേം ഉഡ്നാഹി ഫിജൂൽ ഹേ, ആകാശത്ത് പറക്കുന്നത് തന്നെ വ്യർത്ഥമാണ്, വെറുതെയാണ്, എന്തിനാ ഇങ്ങനെ ആകാശത്തൊക്കെ പറക്കുന്നതെന്ന് വരെ ചിന്തിച്ചു തുടങ്ങി. വഹ് മൂർഖോം കാ കാം ഹേ, അവൻ പറയുകയാണ്, ആ പക്ഷി പറയുകയാണ്, അത് വിഡ്ഢികളുടെ ജോലിയാണ് ആകാശത്ത് പറക്കുക എന്നുള്ളത്, എന്തിനാണ് ആകാശത്ത് പറക്കുന്നത് എന്ന് പോലും ചിന്തിച്ചു തുടങ്ങി. ഉസ്കി ഹാലത്ത് യഹ് ഥീ കി, അവൻ്റെ അവസ്ഥ ഇങ്ങനെയായി. അബ് വഹ് ആസ്മാൻ മേ ഉഡ് ഹി നഹി സക്താ താ, അവന് തൻ്റെ തോലുകളെല്ലാം കൊടുത്തിപ്പോൾ ആകാശത്ത് പറക്കാനേ കഴിയുന്നില്ല. ഉഡ് ഹി നഹി സക്താ താ. വഹ് സിർഫ് ഏക് പേഡ് സെ ഉഡ്കർ, അവനിപ്പോൾ ഒരു മരത്തിൽ നിന്നും ഉഡ്കർ പറന്ന് പൊങ്ങി, ദൂസരെ പേഡ് തക്ക്, തൊട്ടടുത്തുള്ള മറ്റൊരു മരത്തിൽ വരെ എത്താൻ സാധിക്കുന്നുള്ളൂ. പഹോഞ്ച് പാത്ത, എത്താൻ സാധിക്കുന്നുള്ളൂ. ധീരെ ധീരെ, മെല്ലെ മെല്ലെ, ഉസ്കി യഹ് ശക്തി ബി, അവൻ്റെ ഈ ഒരു കഴിവ് കൂടി കം ഹോത്തി ഗയി, കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഔർ ഏക് സമയ, അങ്ങനെ അത് കുറഞ്ഞു വന്ന് അവസാനം ഒരു സമയമായപ്പോഴത്തേക്കും അവൻ ആ ഒരു ശക്തി കൂടി ഇല്ലാണ്ടായി. പിന്നെ എന്തായി അവൻ്റെ അവസ്ഥ? ഔർ ഏക് സമയ വഹ് ശക്തി ബി കം ഹോത്തി ഗയി, ഈ ശക്തി കൂടി, അതായത് ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പറക്കാനുള്ള കഴിവ് കൂടി നഷ്ടമായി. ഔർ ഏക് സമയ വഹ് ആയ ജബ് വഹ് ബഡി മുഷ്കിൽ സെ पेड़ की एक टाल से लगी हुई दूसरी टाल पर चलकर फुदकर पहुँचता, അങ്ങനെ വന്ന് അവന് ബഡി മുഷ്കിൽ സെ, വളരെ കഷ്ടപ്പെട്ട് മരത്തിൻ്റെ ഏക് ഡാൽ, ഒരു ബ്രാഞ്ചിൽ നിന്നും അതേ മരത്തിൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാത്രമേ പറക്കാൻ പറ്റുന്നില്ല, ചാടി എത്താൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഉള്ളൊരവസ്ഥയിലേക്ക് ഈ പക്ഷി എത്തി. ചൽക്കർ ഫുദ്ക്കർ പഹുഞ്ച്, അവന് പറക്കാനേ സാധിക്കുന്നില്ല. എങ്ങനെ നടന്നും അതുപോലെ ചാടിയൊക്കെയാണ് ഈ പക്ഷി മരത്തിൻ്റെ ഒരു ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്ക് എത്തുന്നത്. ലേക്കിൻ ദിമക് ഖാനേക്ക ഷോക്ക് നഹി ചൂട്ട, എന്നിട്ടും അവന് ചിതലുകൾ തിന്നുവാനുള്ള ആ ഒരു താല്പര്യം, ചിതലുകളോടുള്ള അവൻ്റെ ആ ഒരു ആഗ്രഹം എന്നിട്ടും വിട്ടുമാറിയില്ല. നഹി ചൂട്ട, നഷ്ടമായില്ല. ഇപ്പോഴും അവന് ചിതലുകൾ തിന്നണം എന്ന് മാത്രമാണ് അവൻ്റെ ചിന്ത. ഈ ഒരവസ്ഥയെത്തിയിട്ടും ബീച്ച് മേം ഗാഡിവാല ബുദ്ധ ദേ ജാത്ത, ഇടയ്ക്കിടയ്ക്ക് ഗാഡിവാല അവനെ പറ്റിക്കുമായിരുന്നു. വഹ് കഹി നജർമേ ന ആത്ത, അവൻ ഒരിടത്ത് വണ്ടിക്കാരനെ കാണാൻ പറ്റാത്ത പോലെ അവൻ മുങ്ങുവടക്കി. പക്ഷേ ഉസ്കി ഇന്തജാർമേ ഘുൽത്താ ഗയ, പക്ഷേ അവനെ കാത്തിരുന്ന് ക്ഷീണിതനായി തുടങ്ങി. അപ്പോൾ ഈ പക്ഷിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. दिमकेम हमारा स्वाभाविक आहार नहीं है,
ചിതൽ നമ്മുടെ സ്വാഭാവികമായ ആഹാരമല്ല. और उनके लिए अपने पंख तो हरगिज नहीं दिया जा सकता. അതിനുവേണ്ടി നിന്റെ തൂവലുകൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. यह किस सच्चाई की और संकेत किया गया है. ഇത് എന്ത് സത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്? സങ്കേത് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക, സൂചന നൽകുക. ഇവിടെ ഏത് സച്ചായി, എന്ത് സത്യമാണ് വെളിപ്പെടുത്തുന്നത് അല്ലെ സൂചിപ്പിക്കുന്നത്? എന്തിനെ പറ്റിയാണ്? നമ്മുടെ ഭക്ഷണ രീതിയെ പറ്റിയാണല്ലേ. യഹാ ഹമാരി ഖാഗ് സംസ്കൃതിക്ക് ഓർ സംകേത് കിയാ ഗയാ ഹെ. നമ്മുടെ ഭക്ഷണത്തിൻ്റെ സംസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പനെ സ്വാഭാവിക ആഹാരം നമ്മൾ ചോഡ്കർ വിട്ടിട്ട് ഫാസ്റ്റ് ഫുഡ് സംസ്കൃതി, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നു അല്ലേ. സംസ്കൃതിക്ക് പീച്ചെ ഭാഗ് രഹേ ഹെ. ഫാസ്റ്റ് ഫുഡ് സംസ്കൃതി, ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടുകയാണ്. പീച്ചെ ഭാഗ് രഹേ ഹെ, പിന്നാലെ ഓടുകയാണ്. ശുരൂമേം ബഡി രസീലിലേക്ക്, തുടക്കത്തിൽ നല്ല രസമൊക്കെ തോന്നും. ലേക്കിൻ അന്തിം പരിണാം ഭയാനക് ഹോഗ. പക്ഷേ അന്തിമമായ പരിണാമം വളരെ ഭയാനകമായിരിക്കും. ആജ്കൽ ലോക് വിജ്ഞാപൻ കെ പീച്ചെ ജാത്ത ഹെ. ആജ്കൽ ഇക്കാലത്ത് ലോക് ആളുകൾ പരസ്യത്തിൻ്റെ പിന്നാലെ ഓടുന്നു. വിജ്ഞാപൻ പരസ്യം. ഓർ ബനാവട്ടി ഖാന ഖാത്തെ ഹെ. അതുകൊണ്ട് അവർ യഥാർത്ഥമായ ഭക്ഷണമല്ല, അവരുടെ സ്വാഭാവികമായ ഭക്ഷണം വിട്ടിട്ട് ബനാവട്ടി ഖാന ആണ് കഴിക്കുന്നത്. ജിസെ ഹമാര സ്വാസ്ഥ്യ ബിഗഡ് ജാത്ത ഹെ. അതുമൂലം നമ്മുടെ ആരോഗ്യം ബിഗഡ് ജാത്ത ഹെ, നമ്മുടെ ആരോഗ്യം കെട്ടുപോകുന്നു, നശിച്ചു പോകുന്നു. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഫിർ ഉസ്നെ സോച്ചാ കി ആസ്മാൻ മേം ഉഡ്നാ ഹി ഫിജൂൽ ഹെ. പിന്നീട് അവൻ ചിന്തിച്ചു ആകാശത്ത് ഉയരുന്നത് വെറുതെയാണ്, വ്യർത്ഥമാണ് എന്ന്. ഇസ് പർ ആപ്കാ റായ് ക്യാ ഹെ. ഇതേപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പക്ഷി അപ്നെ കംജോരിയോ കൊ ചിപ്പാനെ കെ ലിയെ. പക്ഷി തൻ്റെ കംജോരി, തൻ്റെ വീക്ക്നെസ്, തൻ്റെ കഴിവുകേടിനെ ചിപ്പാനെ കെ ലിയെ, ഒളിപ്പിക്കുവാനായിട്ടുള്ള കാരണം അന്വേഷിക്കുകയാണ്. ജബ് ഉസ്ക ഉടനേക്ക ക്ഷമത നഷ്ട ഹോ ഗയ. അവൻ്റെ പറക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടപ്പോൾ തബ് വഹ് കാരൺ ഢൂണ്ട്ത. അവൻ കാരണം അന്വേഷിക്കുകയാണ്. ഹേ കി ആസ്മാൻ മേ ഉടനേക്ക ജറൂരത് ഹി നഹി ഹെ. ആകാശത്ത് പറക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയുമില്ല എന്ന് സ്വയം ആശ്വസിക്കുകയാണ്. പക്ഷെ അപ്പോഴും പക്ഷെ തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നില്ല. താന് സ്വാഭാവിക ആഹാരം വിട്ടിട്ട് ചിതലിനെ തിന്നുകൊണ്ടാണ് തനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് പക്ഷെ ചിന്തിക്കുന്നില്ല. അതുപോലെയാണ് പലപ്പോഴും നമ്മളും നമ്മളുടെ ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പം ഇന്നത്തെ കാലത്ത് ഫാസ്റ്റ് ഫുഡ് അല്ലാതെ പിന്നെ എന്താ കിട്ടുക എന്ന് പറഞ്ഞ് സ്വയം ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കും. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പക്ഷിയും ചെയ്യുന്നത്. തൻ്റെ തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് സ്വയം ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇനി നമുക്ക് ഈ വരികൾ നോക്കാം. ഏക് താ പക്ഷി വഹ് നീലെ ആസ്മാൻ മേ ഖൂബ് ഊഞ്ചായ് പർ ഉടുത്താ ജാ രഹാ താ. ഒരു പക്ഷി ഉണ്ടായിരുന്നു, അവൻ നീലാകാശത്ത് വളരെ ഊഞ്ചായി ഉയരത്തിൽ പറന്നിരുന്നു. അപ്പോൾ ഇവിടെ പക്ഷി എന്നുള്ള നാമം സൂചിപ്പിക്കുന്നത് എന്താണ്? പക്ഷി അതൊരു നാമമാണ്, നൗണാണ് അല്ലേ, നാമപദം. ഓക്കെ, അതിനെ ഹിന്ദിയിൽ എന്താ പറയുന്നത്? സംഖ്യ. ഇനി പ്രോനൗണ്, അതായത് ഈ പക്ഷിയെ സൂചിപ്പിക്കാൻ വേണ്ടി രണ്ടാമത്തെ വരിയിൽ ദൂസരെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വഹ് എന്ന ശബ്ദമാണ്. പക്ഷിക്ക് ബദലെ, പക്ഷിക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ടത് സർവനാം, പ്രോനൗൺ എന്ന് പറയുന്നു. അതായത് നാമത്തെ സൂചിപ്പിക്കുന്ന പദം സംഖ്യ, നൗണാണ്. നാം കോ സൂചിത് കർത്താ ഹെ. ഓക്കെ, ഏത് ശബ്ദമാണോ നാമത്തെ സൂചിപ്പിക്കുന്നത് അത് സംഖ്യ, നൗൺ എന്ന് പറയുന്നു. ജോ ശബ്ദ സംഖ്യാക്കെ ബദലെ നൗൺ, നൗണിന് പകരമായി, നാമത്തിന് പകരമായി ഉപയോഗിക്കുന്നത് പ്രോനൗൺ, സർവനാം. ഹിന്ദിയിൽ ഉള്ള പ്രോനൗൺസ് എന്തൊക്കെയാണ്? മേ, ഹം, തു, തും, ആപ്, യഹ്, വഹ്, യേ, വേ, ജോ, കോൻ, കോയി, കുച്ച്, ക്യാ എന്നിവയൊക്കെയാണ്. ഇതൊക്കെയാണ് ഹിന്ദിയിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന സർവ്വനാമങ്ങൾ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ കമൻസ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.